ഒരു ജനത്തിൻ്റെ ഭവനങ്ങളും സ്ഥാപനങ്ങളും ജീവിതവും തകർത്ത ഒരു നാടാണ് ഗാസ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഗാസയിലെ ആളുകൾ ഇസ്രായേൽ കയറി ആക്രമിച്ചത്? അതുമൂലം അവിടെയുണ്ടായ ജനങ്ങൾക്കുണ്ടായ ദുരിതം ആര് പരിഹരിക്കും? ഇസ്രായേൽ സമാധാനത്തിൽ കഴിയുന്ന ഇസ്രായേലിനെ കയറി ആക്രമിച്ച് ഗാസയിലെ ജനങ്ങൾക്ക് ഭവനങ്ങളും സ്വത്തും സമ്പാദ്യവും ഇല്ലാതാക്കിയത് ആരാണ്? അതുകൊണ്ട് അവർ എന്തു നേടി? ഇത് എല്ലാം വരുത്തി വെച്ച ചിലരുടെ ആഗ്രഹപ്രകാരം സ്വന്തം ജനത്തിൻ്റെ ഭവനങ്ങളും കിടപ്പാടവും നഷ്ടപ്പെടുത്തി എന്നല്ലാതെ അവർക്ക് യാതൊരു മെച്ചവും ഉണ്ടായില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. ഇനിയെങ്കിലും ഇങ്ങനെയുള്ളവർ ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. ശക്തനോട് മത്സരിക്കുമ്പോൾ അവനേക്കാൾ ശക്തിയുണ്ട് എന്ന് തെളിയിക്കണം. ഇത് ശക്തിയുമില്ല, സ്വന്തം നാട് അഗ്നിക്കിരയായ കാഴ്ച കണ്ടു നിൽക്കാനല്ലാതെ ആർക്കും അതിന് കഴിഞ്ഞുമില്ല. എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യാൻ പോയത്? ഇപ്പോൾ തന്നെ പലരും അതിൻ്റെ പുറകിൽ ഇടപെടുന്നു. എന്താ പറ്റുന്നത്? സ്വന്തം ജനതയുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു എന്നല്ലാതെ അവിടെ ആർക്ക് എന്ത് നേട്ടമുണ്ടായി?